بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖവും സന്തോഷമെന്ന് കരുതുന്നു. അല്ലാഹു നമ്മൾക്ക് എവരെയും സുഖത്തിലും സന്തോഷത്തിലും ആഫിയത്തിലും ആക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നെടുക്കുന്ന വീഡിയോ 188. ഇതിൽ താരിഖ് സൂറത്താണ് എടുക്കുന്നത്. താരിഖ് സൂറത്ത് മക്കയിൽ അവതരിച്ചതാണ്. 17 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ്. ഇൻഷാ അല്ലാഹ് സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം. എല്ലാവരിലേക്കും മറ്റുള്ള ഒരാളിലേക്കെങ്കിലും എത്തിക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അള്ളാഹു വളരെയധികം പ്രതിഫലം തരും. പ്രത്യേകിച്ച് റമദാൻ മാസമാണ്. ഒന്നിന് സാധാരണ ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലമാണ്. ഇത് 70 ഇരട്ടി, 700 ഇരട്ടി, 70,000 ഇരട്ടി എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. അങ്ങനെ ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ് ഓരോ നന്മയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വെച്ച്. അപ്പം അതിൻ്റെ പേരിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റൊരാൾക്ക് എത്തിക്കേണ്ട ശ്രമം നടത്തുകയും ചെയ്യണമെന്നാണ് വിനീതമായി പറയുവാനുള്ളത്. തന്നെയല്ല, ഖുർആൻ ഒരായത്ത് ഓരോ ഹർഫിനും അള്ളാഹു 10 പ്രതിഫലം കൊണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ 10 പ്രതിഫലത്തിൽ സാധാരണ കിട്ടുന്നതാണ് 10 പ്രതിഫലം. ഖുർആൻ ഓതുമ്പോൾ ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലം കണ്ടുള്ളത്. റമദാൻ മാസത്തിലാണെങ്കിൽ കണക്കില്ലാത്ത പ്രതിഫലമാണ്. 70, 700, നേരത്തെ പറഞ്ഞതുപോലെ 70,000 ഇരട്ടി എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതേ തെറ്റിന് അതേ പ്രതിഫലം, അതേ നിലക്കുള്ള ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മ ചെയ്ത നിലയിലാണ് അള്ളാഹു കണക്കിലെടുത്തുകൊണ്ട് അതിനുള്ള ശിക്ഷ തരല് 10 ഇരട്ടി ഒന്നും തരില്ല. ഒരു തെറ്റിന് അതേ പ്രതിഫലമായിരിക്കും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, അല്ലെങ്കിൽ ശിക്ഷ. അപ്പോൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ 10 പ്രതിഫലം. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ മാസത്തിൽ 70, 700, 1000, 70,000 ഇരട്ടിയായി കിട്ടുന്നത്. അതുകൊണ്ട് റമദാൻ മാസമായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമവും നടത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്വാരിഖ് അന്നജ്മു സാഖിബ് ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ് ഫൽയൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ മിമ്മാ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സ്സുൽബി വത്തറായിബ്. ഏതാനും ആയത്തുകൾ സൂറത്ത് താരിഖിൽ നിന്നാണ് ഇപ്പോൾ ഓതി വെച്ചത്. വസ്സമായി, ആകാശത്ത് തന്നെ സത്യം. താരിഖ്, രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നതും പകലിൽ അപ്രത്യക്ഷമാവുന്നതുമായ നക്ഷത്രത്തെ തന്നെ സത്യം. രണ്ടിനും കൂടി സത്യം ചെയ്തു. ആകാശവും പിന്നെ പ്രത്യേക നിലയിലുള്ള നക്ഷത്രവും. അത് രാത്രിയിൽ പ്രത്യക്ഷപ്പെടും, പകലിൽ അപ്രത്യക്ഷമാവും. ഇങ്ങനെ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാത്തിനും പറയുന്ന പേരാണ് താരിഖ് എന്നുള്ളത്.
അപ്പോൾ താരിഖ് കൊണ്ട് ഇവിടെ ഉദ്ദേശം നക്ഷത്രം മാത്രമാണ്. പിന്നെ അപ്പോൾ അസമായി ആകാശത്തെ തന്നെ സത്യം, താരിഖ് താരിഖിനെ തന്നെ സത്യം. താരിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രത്തെ തന്നെ സത്യം എന്നർത്ഥം. അന്നജ്മു സാഖിബ്, താരിഖ് എന്ന് പറഞ്ഞാൽ വമാ അദ്റാക മത്താരിഖ്, താരിഖ് എന്താണെന്ന് നിങ്ങൾക്ക് എന്തറിയാം? റസൂലിനോട് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാ അലമക യാ മുഹമ്മദ് മാ ഹഖീഖത്തു താരിഖ്, പ്രവാചകരെ നിങ്ങൾക്ക് എന്തറിയാം താരിഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? എന്നിട്ട് അള്ളാഹു തന്നെ അതിന് മറുപടി പറയുന്നത് അന്നജുമു സാഖിബ്, അത് തുളച്ചു കയറുന്ന നക്ഷത്രമാണ്. രാത്രിയെ തുളച്ചു കയറുക അതിൻ്റെ പ്രകാശം കൊണ്ട്, അതിൻ്റെ പ്രകാശം ആകെ വ്യാപിക്കും. അപ്പോൾ രാത്രി ഇരുട്ടാകുന്ന ആ ഇതിൽ അതിനെ തുളച്ചുകൊണ്ട്, ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് കടന്നു പോകുന്ന നക്ഷത്രം പ്രകാശം കൊണ്ടാണ് അതിനെ തുളച്ചു കയറുന്നത്. അന്നജ്മു സാഖിബ്, സാഖിബ് എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുന്നത്. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ, ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, 4-ാമത്തെ ആയത്താണ്. ഇൻ കുല്ലു നഫ്സിൻ, എല്ലാ ഓരോ നഫ്സുമല്ല, ലമ്മാ അലൈഹാ ഹാഫിദ്, അതിന് ഒരു സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ ഒരു പാറാവുകാരൻ ഉണ്ടായിട്ടല്ലാതെ ഇല്ല. ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ നഫ്സും, ലമ്മ അലൈഹ, അതിൻ്റെ മേൽ ഉണ്ടായിട്ടല്ലാതെ ഇല്ല, ഹാഫിദുൻ, ഒരു പാറാവുകാരൻ അല്ലെങ്കിൽ ഒരു സൂക്ഷിപ്പുകാരൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഓരോ നഫ്സിനെയും ഓരോ പാറാവുകാരൻ, മലക്കുകളിൽ നിന്നുള്ള ഓരോ പാറാവുകാരൻ അല്ലെങ്കിൽ സംരക്ഷകൻ എന്ന് തന്നെ പറയാം, നിശ്ചയിച്ചിട്ടല്ലാതെ ഇല്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മലക്കുകളിൽ നിന്ന് ഓരോ മനുഷ്യന് വേണ്ടിയും ഓരോ മലക്കിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്ക് മനുഷ്യൻ ആപത്തിൽ പെടുന്നതിനെ സംബന്ധിച്ചും മറ്റുള്ള അവൻ്റെ നന്മ തിന്മകളെ സംബന്ധിച്ചും ഒക്കെ നോക്കുവാനും അത് രേഖപ്പെടുത്തുവാനും നിശ്ചയിച്ചിട്ടുള്ളത് കാര്യം മുമ്പ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാത്തിബീൻ, നിങ്ങളുടെ മേൽ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ചില മലക്കുകളുണ്ട്, അവർ മാന്യന്മാരായ എഴുത്തുകാരാണ് എന്ന് വേറെ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, ഓരോ മനുഷ്യനും ഓരോ നഫ്സിനും പാറാവുകാരനുണ്ട്. ആ നിലയിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നർത്ഥം. ഇത് വസ്സമായി വത്താരിഖ് എന്ന് പറയുന്ന രണ്ട് സത്യത്തിന് ഉപയോഗിച്ച പദങ്ങളാണ്. വസ്സമായി, നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ വാവിൻ്റെ മീനിങ് അഹ്ലിഫു ബില്ല എന്നാണ്. അഹ്ലിഫു, ഞാൻ സത്യം ചെയ്യുന്നു. എന്തുകൊണ്ട്? ബിസ്സമായി, ആകാശം കൊണ്ട്. വത്താരിഖ്, ആ അഹ്ലിഫു ബിത്താരിഖ്, ഞാൻ സത്യം ചെയ്യുന്നു താരിഖ് എന്ന നക്ഷത്രത്തെ കൊണ്ട്. രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്നതും പകലിൽ അപ്രത്യക്ഷമാവുന്ന നക്ഷത്രത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പൊ ആ വാവിന് അഹ്ലിഫു, ഞാൻ സത്യം ചെയ്യാന്നുള്ള അർത്ഥമാണ്. എന്നിട്ട് താരിഖ് എന്താണെന്ന് പറഞ്ഞു, അന്നജ്മു സാഖിബ്. എന്നിട്ട് അതിൻ്റെ ജവാബ്, സത്യം ചെയ്യുന്നത് എന്തോ ഒരു മഹാകാര്യത്തെ സംബന്ധിച്ചാണ്. നമുക്കൊക്കെ ആ സത്യം ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരാൾ സത്യം ചെയ്യുമ്പോൾ അതിൻ്റെ ശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ്. അതനുസരിച്ച് പറയുന്ന കാര്യം എന്താ? സത്യത്തിൻ്റെ ജവാബ് എന്ന് പറയാം. ഇൻകുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്, ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ നഫ്സും, ലമ്മാ അലൈഹാ ഹാഫിദ്, അതിന് ഒരു സംരക്ഷകൻ അല്ലെങ്കിൽ ഒരു പാറാവുകാരൻ ഉണ്ടായിട്ടല്ലാതെ അല്ല. അപ്പോൾ എല്ലാ നഫ്സിനും ഓരോ പാറാവുകാരനുണ്ട്.
മാ കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ ഹാഫിദു മിനൽ മലായിക, മലക്കുകളിൽ നിന്നുള്ള വാറാവുകാരനാണ്. യഹ്ഫദു, ആ വാറാവുകാരൻ മലക്ക് സൂക്ഷിക്കും, സംരക്ഷിക്കും അമലഹ, ഈ നഫ്സിന്റെ പ്രവർത്തനങ്ങൾ. വയഹ്സി അലൈഹ, ആ നഫ്സിന് അത് ക്ലിപ്തമാക്കി വെക്കും. മാ തക്സിബു, അത് പ്രവർത്തിക്കുന്നതിന്. മിൻ ഖൈരിൻ ബശറിൻ, നന്മ തിന്മകളാൽ അത് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ക്ലിപ്തമാക്കി വെക്കും. ഖൗലിഹി തആല, അല്ലാഹു തആല വേറെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന അലൈക്കും ലഹാഫിദീൻ, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാനുള്ള മലക്കുകളുണ്ട്. അവർ കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണ് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് 5-ാമത്തെ ആയത്താണ്. ഫൽ യൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ, ഫൽ യൻദുർ, ചിന്തിക്കട്ടെ. മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരണ നൽകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഭിന്നതരി വത്തഫക്കുരിന്ന, ചിന്തിക്കുക, മനുഷ്യൻ ചിന്തിക്കണം. ഇവിടെ ചിന്തിപ്പിക്കുന്നത് എന്തിൻ്റെ കാര്യത്തിലാണ്? ഫൽ യൻദുർ അൽ ഇൻസാൻ, ചിന്തിക്കട്ടെ, അൽ ഇൻസാൻ, മനുഷ്യൻ. ഫൽ യൻദുർ, ചിന്തിക്കട്ടെ, അൽ ഇൻസാൻ, മനുഷ്യൻ. മിമ്മ, എന്തുകൊണ്ടാണ് ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടത്, എന്തൊരു വസ്തുവിനാലാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കാര്യം അവൻ ചിന്തിച്ചു നോക്കട്ടെ എന്നാണ് അതിൻ്റെ മീനിങ്. മനുഷ്യൻ അവൻ്റെ സൃഷ്ടിത്വം എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യം ചിന്തിക്കാനാണ് പറയുന്നത്. അത് തംബീഹൻ അലൽ ബഅസി വൽ ഹശർ വൽ ബഅസ്, പുനർജന്മം. ആ പുനർജന്മത്തിന് പുനർജന്മത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവ് നൽകാൻ വേണ്ടിയാണ് ഈ ആയത്ത് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഫൽ യൻദുറിൽ ഇൻസാനു, മനുഷ്യൻ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞത്. അവൻ ചിന്തിച്ചുകൊണ്ട് പുനർജന്മത്തെ സംബന്ധിച്ച് അവനൊരു ബോധം വരും. അതിലേക്ക് ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഫൽ യൻദുറിൽ ഇൻസാനു മിമ്മാ ഖുലിഖ, മനുഷ്യൻ ചിന്തിക്കട്ടെ, എന്തിനാലാണ്, എന്ത് വസ്തുവിനാലാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മിൻ അയ്യി ഷൈഇൻ ഖലഖഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തൊരു വസ്തുവിനാലാണ്, അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ മീനിങ് അല്ലാഹു പറയുന്നത്, അല്ല, അതിൻ്റെ ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്. ഖുലിഖ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു, മിമ്മാഇൻ ദാഫിഖ്, മിമ്മാഇൻ, വെള്ളത്താൽ, വെള്ളത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നർത്ഥം. ദാഫിഖ് എന്ന് പറഞ്ഞാൽ തെറിച്ചു വീഴുന്ന വെള്ളം. ആ വെള്ളം എന്ന് പറയുന്നത് ഇന്ദ്രിയ ബീജമാണ്. ഖുലിഖ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടു, മിനൽ മനി അൽ മുത്തദഫിർ, തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ ബീജത്തിൽ നിന്ന്. മിനൽ റജുലി വൽ മറയത്തി, പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയ ബീജത്തിൽ നിന്ന്. ആ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ബീജത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന ബീജത്താലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെ തെറിച്ചു വീഴുമ്പോൾ അത് കാരണമായി മിൻഹു അൽ വലദ്, അതിനാൽ സന്താന ഉൽപാദനം അവിടെ നടക്കുകയാണ്. യതകവ്വനുൽ വലദു മിൻഹു, ഇങ്ങനെ തെറിച്ചു വീഴുന്ന ബീജത്തിൽ നിന്ന്, പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും തെറിച്ചു വീഴുന്ന ആ ബീജത്തിൽ നിന്ന് സന്താനോൽപാദനം അവിടെ നടക്കുന്നു. അങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്.
ഏഴാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായി. ഇത് എവിടെ നിന്നാണ് ഈ ഇന്ദ്രിയ ബീജം വരുന്നത് എന്ന് പറയുന്നത്? യഹ്റുജു, അത് പുറപ്പെടും, മിൻ ബൈനി സുൽബി, മുതുകിൻ്റെയും വത്തറായിബി, നെഞ്ചിൻ്റെ എല്ലുകളുടെ ഭാഗത്ത് നിന്നും, ഇടയിൽ നിന്നും, അദമുസ്സദർ, നെഞ്ചിൻ്റെ എല്ല്, വാരി എല്ലുകൾ എന്നൊക്കെ പറയാം, പിന്നെ മുതുകിൽ നിന്നും. ഇത് രണ്ടിൻ്റെ ഇടയിൽ നിന്നാണ് മിനർ റജുലി വൽ മറഅത്തി, സ്ത്രീ പുരുഷനിൽ നിന്ന് ഈ വെള്ളം പുറപ്പെടുന്നത്, ഈ ഇന്ദ്രിയ ബീജം പുറപ്പെടുന്നത്. എന്നിട്ട് എട്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യന് ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല പുനർജന്മം നൽകി അങ്ങനെ ഹയാത്താക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു. പുനർജന്മത്തെ നിഷേധിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ ഇടയിൽ. അവര് പല നിലയിലും അറിയപ്പെടുന്നുണ്ട്. യുക്തിവാദികൾ, അതുപോലെ തന്നെ നിരീശ്വരവാദികൾ പോലെയുള്ള പേരുകളാൽ അറിയപ്പെടുന്ന ധാരാളം വ്യക്തികൾ നമ്മളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇവർ പുനർജന്മത്തെ നിഷേധിക്കുന്നത് എപ്രകാരമാണ്? ഇവിടെ നിന്ന് കുറച്ചു കാലം ജനിച്ചു, കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞ് അവൻ മരിച്ചു പോയാൽ പിന്നെ ഒന്നും അവനെ സംബന്ധിച്ച് ഇവിടെ അവശേഷിക്കില്ല. അവൻ മരിച്ചു തന്നെ, പിന്നെ ഒരു പുനർജന്മം ഉണ്ടാവില്ല എന്നുള്ള നിലയിൽ പറയുന്ന പല ആളുകളുമുണ്ട്. അവർ നിരീശ്വരവാദികളാണ്, യുക്തിവാദികളാണ്. ഈ നിലയിൽ അവരെ അറിയപ്പെടും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഇതെല്ലാം അവർക്ക് മനസ്സിലാവും. അതിനെ സംബന്ധിച്ചാണ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. മനുഷ്യനെ സൃഷ്ടിച്ചത് തുടക്കത്തിൽ എങ്ങനെയാണ്? അവൻ ഇന്ദ്രിയ ബീജമായിരുന്നു. ആ ബീജമായിരുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് അല്ലാഹു അവനെ സൃഷ്ടിച്ചു. ഇങ്ങനെ സൃഷ്ടിച്ച അല്ലാഹുവിന് ഒരിക്കൽ കൂടി അവനെ സൃഷ്ടിക്കാൻ, ഒരിക്കലല്ല 100 പ്രാവശ്യം സൃഷ്ടിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. അത് വീണ്ടും ഒരു സൃഷ്ടിപ്പ് നടക്കും. ആ സൃഷ്ടിപ്പിൽ അവന് പുനർജന്മത്തിൽ അവനോട് ഹിസാബും ബായസും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് അത് നിഷേധിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അല്ലാഹു തആല പറയുന്നത്. ഇന്നഹു, തീർച്ചയായും അല്ലാഹു അലാ റജ്ഇഹി, അവനെ ഒരിക്കൽ കൂടി സൃഷ്ടിക്കുവാൻ ലഖാദിറുൻ, കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ ഖലഖൽ ഇൻസാന ഇബ്തിദാഅൻ, അല്ലാഹു തുടക്കത്തിൽ അവനെ സൃഷ്ടിച്ചു, നിയത്താൽ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള അല്ലാഹു ഖാദിറുൻ, കഴിവുള്ളവനാണ്, അലാ ഇആദതിഹി ബഅദ മൗതിഹി, അവൻ മരിച്ചു പോയതിനു ശേഷം ഒരിക്കൽ കൂടി അവനെ പുനർജന്മം നൽകി സൃഷ്ടിക്കുവാൻ അല്ലാഹു കഴിവുള്ളവനാണ്. എന്നാണ് ഇങ്ങനെ നടക്കുക ഈ പുനർജന്മം? യൗമ തുബ്ലസ് സറായിർ, രഹസ്യങ്ങളെ പരിശോധിക്കപ്പെടുന്ന ദിവസം. രഹസ്യങ്ങളെ പരിശോധിക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ പരിശോധിക്കപ്പെടും. യൗമ യുംതഹനുൽ ഖുലൂബ്, ഹൃദയങ്ങൾ പരിശോധിക്കപ്പെടും, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടും ആ ദിവസത്തിൽ. യൗമ തുബ്ലസ് സറായിർ, ഹൃദയങ്ങൾ പരിശോധിക്കപ്പെടുന്ന പറഞ്ഞതോടെ ആയത്തിൽ പറഞ്ഞ യൗമ തുബ്ലസ് സറായിർ, ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുക. ഹൃദയത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നും അറിയപ്പെടും. അത് വിശ്വാസപരമായും മനസ്സിലുള്ള കരുത്ത്, ചിന്താഗതികൾ പരമായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു തആല പരിശോധിക്കും. അത് ഈ ദിവസമാണ് പരിശോധിക്കുക. യൗമ തുബ്ലസ് സറായിർ. അപ്പൊ അതിലെ ഖൈറും, നല്ല കാര്യങ്ങളും, യുമയ്യസുമാ ബൈനമാ താബ വഹബുസ,
നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ എന്താണെന്ന് വേർതിരിച്ചുകൊണ്ട് അല്ലാഹു തആല പരിശോധിച്ചറിയും. യൗമ തുബ്ലസ് സറായിർ ഫമാ ലഹു മിൻ ഖുവ്വത്തിൻ വലാ നാസിർ അവന് ഫമാലഹു, അപ്പോൾ അവന് ഉണ്ടായിരിക്കുകയില്ല മിൻ ഖുവ്വത്തിൻ, യാതൊരു ശക്തി ഉണ്ടാവില്ല. എന്തിന്? അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനെ തട്ടിമാറ്റാൻ എന്നൊരു ശക്തി ഉണ്ടാവില്ല. വലാ നാസിർ, എന്നൊരു സഹായിക്കുന്നവനുണ്ടാവില്ല. അപ്പോൾ ഒരു സഹായിയുടെ സഹായത്താലോ അവന് സ്വന്തമുള്ള ശക്തിയാലോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ശിക്ഷയെ പ്രതിരോധിക്കുവാനുള്ള ഒരു കഴിവും അവനുണ്ടാവില്ല എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. 10 ആയത്തുകളാണ് അപ്പോൾ എടുത്തിട്ടുള്ളത്. 11ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്കെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.